ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഞാൻ മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. മയോണൈസിൻ്റെ മുട്ട വെച്ചിട്ടുള്ള ഒരുപാട് പേര് കണ്ട് ഇഷ്ടമായൊരു മയോണൈസിൻ്റെ റെസിപ്പിയാണത്. പിന്നെ അതിൽ എന്നോട് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു മുട്ട ആഡ് ചെയ്യാണ്ട് മയോണൈസ് ഉണ്ടാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും കൂടി കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറഞ്ഞ ഓയിൽ മാത്രമേ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കഴിക്കാനും പറ്റുന്ന നല്ലൊരു മയോണൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങൾ അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റൗവിൽ ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം നെയ്യാട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നെയ്യിന് ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം യൂസ് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. പിന്നെ ഇവിടെ ഒരു 1/2 ടീസ്പൂണോളം നെയ്യാട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാനിതാ 1 ടേബിൾ സ്പൂണോളം ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നെയ്യിന് പകരം ഈ ഒരു ഓയിൽ കൂട്ടിയിട്ട് എടുത്താലും മതി, ആ ഒരു ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാനതൊരു ടേബിൾ സ്പൂണോളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം മൈദയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. അതും കൂടെ അതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ 1 അല്ലെങ്കിൽ 2 മിനിറ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. വല്ലാണ്ട് അങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ അതിൻ്റെ ആ ഒരു വറവ് ടേസ്റ്റ് വന്നാലും നമുക്ക് ആ ഒരു മയോണൈസിൻ്റെ ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അപ്പോൾ ഒരു മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് അത്ര മതി. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഫ്ലെയിം മാക്സിമം ലോ തന്നെ വെക്കുക കേട്ടോ. അപ്പോൾ ഇത് ഏകദേശമായി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഏകദേശം 2 മിനിറ്റിൻ്റെ അടുത്ത് കണ്ടിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് പാലാട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. കുറേശ്ശെ ആയിട്ട് ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിം വെച്ചാൽ മതി, ഒരിക്കലും ഹൈയിലൊന്നും ഇടരുത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇടയിൽ ഇങ്ങനെ കട്ടൊക്കെ കുത്തി വരും, അതൊന്നും കുഴപ്പമില്ല. നമ്മൾ ജാസ്റ്റ് ഇതൊന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണും തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞ് ബെല്ലൈക്കണും കൂടെ വരും കേട്ടോ. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. നമ്മൾ കൈ വിടാണ്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഇങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് വേവായിട്ട് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ചും കൂടെ പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലാട്ടോ എടുത്തിട്ടുള്ളത്. നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഇതാ ഏകദേശം ഇങ്ങനെ തിക്കായി വരുന്നുണ്ട്, കണ്ടില്ല, നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇങ്ങനെ തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ ഇതിലൊട്ടും കട്ടകളൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് മിക്സ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്, കണ്ടില്ല. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കേണ്ടത് കേട്ടോ. ഇനി വല്ലാണ്ട് അങ്ങ് തിക്കാക്കേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ നമ്മളിതൊന്ന് തണുത്ത് വന്നതിന് ശേഷമാണ് മിക്സിയിലിട്ട് അടിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് തന്നെ ഇത് നല്ലതുപോലെ തിക്കായിട്ട് വരും, കണ്ടില്ല. ഈ ഒരു തിക്നെസ്സിൽ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കുക കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരട്ടെ, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതായത് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ഓഫാക്കാൻ നോക്കുക കേട്ടോ. അതിനെക്കാട്ടിലും തിക്കാക്കേണ്ട, അപ്പോൾ നന്നായി ഹാർഡായിട്ട് പോവും. ഇനി നമ്മൾ ചെയ്യാനുള്ളത് മിക്സി എടുക്കുക. ആ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഞാൻ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള മയോണൈസ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മയോണൈസ് ആട്ടോ. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ഈ ഒരു സൈസുള്ള 3 വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു സൈസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്യാണ്ട് വെച്ചത്. പിന്നെ എന്ന് പറഞ്ഞത് നമ്മൾ അടിച്ചതിന് ശേഷം ലാസ്റ്റിലും ടേസ്റ്റ് നോക്കുക കേട്ടോ. അപ്പോൾ വെളുത്തുള്ളിയുടെ ടേസ്റ്റ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഉപ്പ് ഇട്ട്, അപ്പോൾ ഞാൻ 1/4 ടീസ്പൂൺ അടുത്ത് കണ്ടിട്ടാണ് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുറവുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂണ് വിനേഗറും കൂടി ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ 2 ടീസ്പൂണാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ഞാനിത് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു തിക്കിനാട്ടോ നമുക്കിത് കിട്ടുക, കണ്ടില്ലേ. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കാം. അപ്പോൾ അതാ ഞാനിതൊരു ബൗളിലോട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഈ ഒരു തിക്നെസ്സിലാട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മുട്ടയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമാവും. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഇനി മയോണൈസ് വേണമെന്ന് പറയുമ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കുകയാണെങ്കിലും അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയ ശേഷം അതിൻ്റെ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്, താങ്ക് യു, അസ്സലാമു അലൈക്കും.